ഇൻവെസ്റ്റിംഗിലേക്ക് ഈ അടുത്ത് കടന്നു വന്ന ആളുകൾ പോലും മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചും സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന SIP കുറിച്ചും ഒക്കെ കേട്ടിട്ടുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് മ്യൂച്വൽ ഫണ്ട്സിൽ രണ്ട് തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാമല്ലോ. ഒന്നാമത്തേത് പല തവണകളിലായി ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന SIP, പിന്നെ ഒരുമിച്ച് ഒരു തുക ലംസമായിട്ടും വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീം തിരഞ്ഞെടുത്ത് ഒരു ഫിക്സഡ് എമൗണ്ട് കൃത്യമായ ഇടവേളകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻവെസ്റ്റേഴ്സിനെ സഹായിക്കുന്ന ഫെസിലിറ്റിയാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. ഇതുകൊണ്ട് തന്നെ അച്ചടക്കത്തോടെ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് SIP. മാത്രമല്ല റുപ്പീ കോസ്റ്റ് ആവറേജിങ്ങിന്റെ ബെനിഫിറ്റും ഇവിടെ നമുക്ക് കിട്ടും. പിന്നെ പല കാറ്റഗറികളിലായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വോളറ്റിലിറ്റി കാരണമുള്ള ഡൗൺ സൈഡ് റിസ്കുകളിൽ നിന്നും പ്രൊട്ടക്ഷനും കിട്ടാൻ പാകത്തിനുള്ള ഡൈവേഴ്സിഫിക്കേഷനും ആവും. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 5 ഇയർ CAGR റിട്ടേൺസ് അടിസ്ഥാനമായി നോക്കുമ്പോൾ ബെസ്റ്റ് റിട്ടേൺസ് തന്നിട്ടുള്ള ടോപ്പ് മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചാണ്. ഡിഫറെന്റ് കാറ്റഗറീസിലുള്ള മ്യൂച്വൽ ഫണ്ട്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വെൽക്കം ടു ഗ്രോ മലയാളം. ദിസ് ഇസ് ഷയാസ് റഫിയ മൊയ്തീൻ. ഡോണ്ട് ഫോർഗെറ്റ് to subscribe our channel for more updates. Let's start. ഫസ്റ്റ് കാറ്റഗറി ലാർജ് ക്യാപ് ഫണ്ട്സ്. മെയിൻ ആയിട്ട് ഇന്ത്യയിലെ ടോപ്പ് 100 കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ആണ് ലാർജ് ക്യാപ് ഫണ്ട്സ്. ഈ ലാർജ് ക്യാപ് കമ്പനീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷൻസിന്റെ കാര്യത്തിൽ കാര്യമായ മാർക്കറ്റ് ഷെയർ ഉള്ള വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയ ബിസിനസ്സുകളാണ്. ഇത്തരം കമ്പനികളുടെ ഫിനാൻഷ്യൽ ഒക്കെ നല്ലതായിരിക്കും. ഇത് കാരണം മികച്ച സ്റ്റോക്ക് റിട്ടേൺസും ഉണ്ടായിരിക്കും. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ സ്മോൾ ക്യാപ് ആൻഡ് മിഡ് ക്യാപ് കമ്പനികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡൗൺ സൈഡ് റിസ്ക് ലാർജ് ക്യാപ് കമ്പനികൾക്ക് കുറവായിരിക്കും. അപ്പോൾ വാല്യൂ റിസർച്ച് പ്രകാരം 5 ഇയർ CAGR റിട്ടേൺസ് എടുത്ത് നോക്കുമ്പോൾ ഈ കാറ്റഗറിയിലെ ടോപ്പ് പെർഫോമിംഗ് ഫണ്ട് ഏതാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ക്വാണ്ട് ഫോക്കസ്ഡ് ഫണ്ട് ഡയറക്റ്റ്. ഇതിന്റെ റിട്ടേൺസ് 20.9% ആണ്. ഇതിന്റെ തൊട്ട് താഴെ വരുന്നത് കാനറ റൊബേക്കോ ബ്ലൂ ചിപ്പ് ഇക്വിറ്റി ഫണ്ട് ഡയറക്റ്റ് ആണ് വിത്ത് 17.9% റിട്ടേൺസ്. ക്വാണ്ട് ഫോക്കസ് ഫണ്ടിന്റെ 1 ഇയർ 3 ഇയർ 5 ഇയർ SIP റിട്ടേൺസും എക്സ്പെൻസ് റേഷ്യോവും അസറ്റ് അണ്ടർ മാനേജ്മെന്റും ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. 1 ഇയർ റിട്ടേൺ 12.77%, 3 ഇയർ റിട്ടേൺസ് 29.56%, 5 ഇയർ റിട്ടേൺസ് 21.08%, എക്സ്പെൻസ് റേഷ്യോ 0.57%, അസറ്റ്സ് അണ്ടർ മാനേജ്മെന്റ് 110 crore rupees. ഈ ഫണ്ട് അവരുടെ അസറ്റ്സിന്റെ 97% സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ്സിലും ബാക്കി ക്യാഷ് ആയിട്ടുമാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഫണ്ടിലെ ടോപ്പ് സെക്ടറൽ ഹോൾഡിംഗ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ITC ലിമിറ്റഡ്, അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ്, അദാനി എന്റർപ്രൈസ് ലിമിറ്റഡ്, SBI ലിമിറ്റഡ്, UPL ലിമിറ്റഡ്, ICICI ലിമിറ്റഡ് എക്സെട്ര. ഇതിലെ ടോപ്പ് 10 സ്റ്റോക്സ് ആണ് ടോട്ടൽ അസറ്റ്സിന്റെ 69.13% ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ഈ ഫണ്ടിനെ കുറിച്ചൊരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിനായി ഫണ്ടിന്റെ റേഷ്യോസ് ഒന്ന് നോക്കാം നമുക്ക് സ്ക്രീനിൽ. ഇനി ഈ ഫണ്ടിന്റെ ഫണ്ട് മാനേജേഴ്സിന്റെ ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണാം. സെക്കൻഡ് കാറ്റഗറി ഫ്ലെക്സി ക്യാപ് ഫണ്ട്സ് ആണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി ആണ് ഇതിന്റെ പ്രത്യേകത. ലാർജ്, സ്മോൾ, മിഡ് എന്നിങ്ങനെ എല്ലാ മാർക്കറ്റ് ക്യാപ്പുകളിലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫ്ലെക്സിബിലിറ്റി ഇതിലുണ്ട്. കൂടാതെ ഡൊമസ്റ്റിക് മാർക്കറ്റ്സിലെ ഡിഫറെന്റ് സെക്ടേഴ്സിന് പുറമെ ഇന്റർനാഷണൽ ഇക്വിറ്റി മാർക്കറ്റ് എക്സ്പോഷറും ഈ ഫണ്ടുകൾക്കുണ്ട്. ഈ ഫണ്ടുകളുടെ അസറ്റിന്റെ മിനിമം 65% ഇക്വിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം എന്നുണ്ട്. ലാർജ്, മിഡ് ആൻഡ് സ്മോൾ ക്യാപ്സിൽ എത്ര വീതം ഇൻവെസ്റ്റ് ചെയ്യണം എന്നതിന് ലിമിറ്റ് ഒന്നുമില്ല. 5 ഇയർ CAGR റിട്ടേൺസ് എടുത്ത് നോക്കുമ്പോൾ ഈ കാറ്റഗറിയിലെ ടോപ്പ് പെർഫോമിംഗ് ഫണ്ട് ക്വാണ്ട് ഫ്ലെക്സി ക്യാപ് ഫണ്ടാണ് വിത്ത് 27.9% റിട്ടേൺസ്. തൊട്ട് താഴെ വരുന്നത് പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ടാണ് വിത്ത് 22.2% റിട്ടേൺസ്. ക്വാണ്ട് ഫ്ലെക്സി ക്യാപ് ഫണ്ടിന്റെ 1 ഇയർ 3 ഇയർ 5 ഇയർ SIP റിട്ടേൺസും എക്സ്പെൻസ് റേഷ്യോവും അസറ്റ് അണ്ടർ മാനേജ്മെന്റും ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. 1 ഇയർ റിട്ടേൺ 8.62%, 3 ഇയർ റിട്ടേൺസ് 39.35%, 5 ഇയർ റിട്ടേൺസ് 27.66%, എക്സ്പെൻസ് റേഷ്യോ 0.58%, അസറ്റ് അണ്ടർ മാനേജ്മെന്റ് 475 crore rupees. ഒപ്പം നിങ്ങൾക്ക് കാണാം അസറ്റ്സിന്റെ 99.4% നിലവിൽ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇക്വിറ്റി പാർട്ടിലാണ്, ബാക്കി ക്യാഷ് ആയിട്ടുമാണ്. ഇനി ഫണ്ടിന്റെ സെക്ടർ വൈസ് അലോക്കേഷൻ കാണാം. ITC ലിമിറ്റഡ്, SBI ലിമിറ്റഡ്, ICICI ലിമിറ്റഡ്, UPL ലിമിറ്റഡ് തുടങ്ങിയവയാണ് ഈ ഫണ്ടിന്റെ ടോപ്പ് ഹോൾഡിംഗ് കമ്പനീസ്. ഇതിലെ ടോപ്പ് 10 സ്റ്റോക്സ് ആണ് ടോട്ടൽ അസറ്റ്സിന്റെ 55.34% ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ഈ ഫണ്ടിനെ കുറിച്ചൊരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിനായിട്ട് നമുക്കിനി ഫണ്ടിന്റെ റേഷ്യോസ് ഒന്ന് നോക്കാം. ഇനി ഈ ഫണ്ടിന്റെ ഫണ്ട് മാനേജേഴ്സിന്റെ ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണാം. തേർഡ് കാറ്റഗറി മിഡ് ക്യാപ്. മിഡ് ക്യാപ് ഇക്വിറ്റി ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് മിഡ് സൈസ് കമ്പനികളുടെ സ്റ്റോക്സിലാണ്. ഇപ്പോഴും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന കമ്പനീസ് ആണ് ഇവ. മാർക്കറ്റ് ക്യാപ് റാങ്കിംഗ് പ്രകാരം 101നും 250നും ഇടയിൽ റാങ്ക് വരുന്ന കമ്പനികളുമാണ് ഇവ. ലാർജ് ക്യാപ് സ്റ്റോക്സിനേക്കാൾ കൂടുതൽ റിസ്ക് ഉണ്ടെങ്കിലും സ്മാൾ ക്യാപ് സ്റ്റോക്സിനേക്കാൾ കുറഞ്ഞ റിസ്ക്കുമുള്ള സ്റ്റോക്കുകളാണ് മിഡ് ക്യാപ് സ്റ്റോക്കുകൾ. പക്ഷേ ലാർജ് ക്യാപ് സ്റ്റോക്കുകളെക്കാളും ഉയർന്ന റിട്ടേൺസ് ഇവ നൽകാൻ ഇടയുണ്ട്. 5 ഇയർ CAGR റിട്ടേൺസ് എടുത്ത് നോക്കുമ്പോൾ ഈ കാറ്റഗറിയിലെ ടോപ്പ് പെർഫോമിംഗ് ഫണ്ട് PGIM ഇന്ത്യ മിഡ് ക്യാപ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടാണ് വിത്ത് 30% റിട്ടേൺസ്. തൊട്ട് താഴെ വരുന്നത് ക്വാണ്ട് മിഡ് ക്യാപ് ഫണ്ടാണ്. 28.7% റിട്ടേൺസ് ആണ് ഇതിൻ്റേത്.
നമുക്ക് PGIM ഇന്ത്യ മിഡ് ക്യാപ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട്സിനെ കുറിച്ച് നോക്കാം. ഓരോ സ്റ്റോക്കിന്റെയും ഫണ്ടമെന്റൽസിലും മാനേജ്മെന്റിന്റെ ക്വാളിറ്റിയിലും ഫോക്കസ് ചെയ്തുകൊണ്ട് ടോപ്പ് ഡൗൺ ആൻഡ് ബോട്ടം അപ്പ് സ്റ്റോക്ക് സെലക്ഷൻ പ്രോസസിന്റെ കോമ്പിനേഷനിലൂടെ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനാണ് ഈ ഫണ്ട് ഹൗസ് ട്രൈ ചെയ്യുന്നത്. പല സെക്ടേഴ്സിലായി ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ആണ് ഈ ഫണ്ട് ഹൗസ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. PGIM ഇന്ത്യ മിഡ് ക്യാപ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടിന്റെ 1 year, 3 year and 5 year SIP റിട്ടേൺസും എക്സ്പെൻസ് റേഷ്യോവും അസറ്റ് അണ്ടർ മാനേജ്മെന്റും ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. 1 year return 15.57%, 3 year returns 42.65%, 5 year returns 30.52%, expense ratio 0.45%, asset under management 6,023 crore rupees. ഒപ്പം നിങ്ങൾക്ക് കാണാം അസറ്റ്സിന്റെ 94.4% നിലവിൽ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇക്വിറ്റി സെഗ്മെന്റിലാണ്, 5.3% ഡെറ്റ് സെഗ്മെന്റിലും ബാക്കി ക്യാഷ് ആയിട്ടുമാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഫണ്ടിന്റെ സെക്ടർ വൈസ് അലോക്കേഷൻ കാണാം. ABB ഇന്ത്യ ലിമിറ്റഡ്, ടിംകൻ ഇന്ത്യ ലിമിറ്റഡ്, TVS കമ്പനി ലിമിറ്റഡ്, HDFC ബാങ്ക് ലിമിറ്റഡ് തുടങ്ങിയവയാണ് ഈ ഫണ്ടിന്റെ ടോപ്പ് ഹോൾഡിംഗ് കമ്പനീസ്. ഇതിലുള്ള ടോപ്പ് 10 സ്റ്റോക്സ് ആണ് ടോട്ടൽ അസറ്റ്സിന്റെ 35.82%ഉം ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ഈ ഫണ്ടിനെ കുറിച്ചൊരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിനായി ഫണ്ടിന്റെ റേഷ്യോസ് ഒന്ന് നോക്കാം നമുക്ക് ഇപ്പോൾ സ്ക്രീനിൽ. ഇനി ഈ ഫണ്ടിന്റെ ഫണ്ട് മാനേജേഴ്സിന്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഫോർത്ത് കാറ്റഗറി സ്മോൾ ക്യാപ് കാറ്റഗറിയാണ്. സ്മോൾ ക്യാപ് ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്മോളർ സൈസ്ഡ് കമ്പനീസിലെ സ്റ്റോക്കുകളിലാണ്. മാർക്കറ്റ് ക്യാപ് റാങ്കിംഗ് പ്രകാരം 250 മുതൽ മുകളിലേക്കുള്ള റാങ്കാണ് സ്മോൾ ക്യാപ് കമ്പനീസിനുള്ളത്. എക്സ്ട്രീം ഗ്രോത്ത് കാണിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഈ കമ്പനികൾക്കുണ്ട് എന്നിരിക്കെ തന്നെ ഉയർന്ന റിസ്ക്കും ഉണ്ട്. നഷ്ടം വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനികളുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഗ്രോത്ത് സ്കെയിലബിലിറ്റി കുറവ് കൊണ്ടോ കോമ്പറ്റീഷൻ കൊണ്ടോ റെസ്ട്രിക്റ്റഡ് ആവാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടും അത് ഫിനാൻഷ്യൽസിനെ ഇമ്പാക്ട് ചെയ്യാവുന്നത് കൊണ്ടുമാണ്. സ്റ്റോക്ക് റിട്ടേൺസിനെ ഇത് ബാധിക്കുകയും ചെയ്യാം. പക്ഷേ എന്തായാലും ഹൈ റിട്ടേൺസിനുള്ള സാധ്യതയുള്ള ഫണ്ട്സ് ആണിത്. 5 year CAGR റിട്ടേൺസ് എടുത്ത് നോക്കുമ്പോൾ ഈ കാറ്റഗറിയിലെ ടോപ്പ് പെർഫോമിംഗ് ഫണ്ട് ക്വാണ്ട് സ്മോൾ ക്യാപ് ആണ് വിത്ത് 34.4% റിട്ടേൺസ്. തൊട്ട് താഴെ വരുന്നത് കൊട്ടാക് സ്മോൾ ക്യാപ് ഫണ്ട് വിത്ത് റിട്ടേൺസ് ഓഫ് 28.4%. ക്വാണ്ട് സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റിന്റെ 1 year, 3 year and 5 year SIP റിട്ടേൺസും എക്സ്പെൻസ് റേഷ്യോവും അസറ്റ് അണ്ടർ മാനേജ്മെന്റും ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. 1 year returns 7.51%, 3 year returns 53.75%, 5 year returns 34.57%, expense ratio 0.62%, asset under management 1,911 crore rupees. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഫണ്ടിന്റെ അസറ്റ് അണ്ടർ മാനേജ്മെന്റിന്റെ 99.2% നിലവിൽ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇക്വിറ്റി സെഗ്മെന്റിലാണ്. ബാക്കി ക്യാഷ് ആയിട്ടുമാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഫണ്ടിന്റെ സെക്ടർ വൈസ് അലോക്കേഷൻ കാണാം. ITC ലിമിറ്റഡ്, IRB ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സ് ലിമിറ്റഡ്, ICICI ബാങ്ക് ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ്, ലിൻഡെ ഇന്ത്യ ലിമിറ്റഡ് തുടങ്ങിയവയാണ് ഈ ഫണ്ടിന്റെ ടോപ്പ് ഹോൾഡിംഗ് കമ്പനീസ്. ഇതിലെ ടോപ്പ് 10 സ്റ്റോക്സ് ആണ് ടോട്ടൽ അസറ്റ്സിന്റെ 40.96%ഉം ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ഈ ഫണ്ടിനെ കുറിച്ച് ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിനായിട്ട് ഫണ്ടിന്റെ റേഷ്യോസ് ഒന്ന് നോക്കാം. ഇനി ഈ ഫണ്ടിന്റെ ഫണ്ട് മാനേജേഴ്സിന്റെ ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണാം. ഫിഫ്ത്ത് ആൻഡ് ലാസ്റ്റ് കാറ്റഗറി ELSS ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ്സ് സ്കീംസ്. സെക്ഷൻ 80C പ്രകാരമുള്ള ടാക്സ് ഡിഡക്ഷൻ ലഭിക്കാനുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീംസ് ആണ് ടാക്സ് സേവിംഗ് മ്യൂച്വൽ ഫണ്ട് സ്കീംസ്. ഈ കാറ്റഗറി അത്തരത്തിലൊന്നാണ്. പക്ഷേ 1.5 ലക്ഷം രൂപ വരെ മാത്രമാണ് നമുക്ക് ടാക്സ് ഡിഡക്ഷൻ ലഭിക്കുക. ഈ കാറ്റഗറി അത്തരത്തിലുള്ളതാണ് നമ്മൾ പറഞ്ഞു. എന്തായാലും ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റ് ഒന്നുമില്ല ഇവിടെ. 5 year CAGR റിട്ടേൺസ് എടുത്ത് നോക്കുമ്പോൾ ഈ കാറ്റഗറിയിലെ ടോപ്പ് പെർഫോമിംഗ് ഫണ്ട് കോൺ ടാക്സ് പ്ലാൻ ആണ് വിത്ത് 32.7%. തൊട്ട് താഴെ വരുന്നത് IDFC ടാക്സ് അഡ്വാൻറ്റേജ് ഫണ്ട് വിത്ത് 20.6% returns. Con tax plan ഫണ്ടിന്റെ 1 year, 3 year, 5 year SIP റിട്ടേൺസും എക്സ്പെൻസ് റേഷ്യോവും അസറ്റ് അണ്ടർ മാനേജ്മെന്റും ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. 1 year returns 16.07%, 3 year returns 44.99%, 5 year returns 32.48%, expense ratio 0.57%, asset under management 1,584 crore rupees. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഫണ്ടിന്റെ അസറ്റ് അണ്ടർ മാനേജ്മെന്റിന്റെ 99.6% അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇക്വിറ്റി സെഗ്മെന്റിലാണ്. ബാക്കി ക്യാഷ് ആയിട്ടുമാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഫണ്ടിന്റെ സെക്ടർ വൈസ് അലോക്കേഷൻ കാണാം. ITC ലിമിറ്റഡ്, SBI ലിമിറ്റഡ്, ICICI ബാങ്ക് ലിമിറ്റഡ്, പതഞ്ജലി ഫുഡ്സ് ലിമിറ്റഡ് തുടങ്ങിയവയാണ് ഈ ഫണ്ടിന്റെ ടോപ്പ് ഹോൾഡിംഗ് കമ്പനീസ്. ഇതിലെ ടോപ്പ് 10 സ്റ്റോക്സ് ആണ് ടോട്ടൽ അസറ്റ്സിന്റെ 54.51%ഉം ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ഈ ഫണ്ടിനെ കുറിച്ചൊരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിനായിട്ട് ഫണ്ടിന്റെ റേഷ്യോസ് ഒന്ന് നോക്കാം നമുക്ക്. ഇനി ഈ ഫണ്ടിന്റെ ഫണ്ട് മാനേജേഴ്സിന്റെ ഡീറ്റെയിൽസും സ്ക്രീനിൽ കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ലാർജ് ക്യാപ്, ഫ്ലെക്സി ക്യാപ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് ആൻഡ് ELSS കാറ്റഗറീസിലുള്ള ടോപ്പ് 5 മ്യൂച്വൽ ഫണ്ട്സ് ബേസ്ഡ് ഓൺ 5 year CAGR റിട്ടേൺസ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു ഫണ്ട് റെക്കമെൻഡേഷൻ അല്ല, ഇൻഫോർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ്. ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് സ്വന്തം റിസർച്ചിലൂടെയോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ സഹായത്തോടെയോ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.
Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.